ഹായ് ഫ്രണ്ട്സ്, സാംസങ്ങിൻ്റെ ഗാലക്സി M30 കുറച്ച് നാളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫോണായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറും എന്ന് തന്നെയാണ് ഈ ഫോണിനെ കുറിച്ച് എല്ലാവരും കരുതിയിരുന്നത്. കാരണം ഈ ചൈന ഫോണുകളുടെ കൂട്ടത്തിലേക്ക് ഒരു ഗംഭീര സാംസങ് ഫോൺ വരികയാണ്. അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്നു. പ്രത്യേകിച്ചും കൂടുതൽ പവറിലൊരു ഫോൺ വരുന്നു എന്നാണ് അവരുടെയൊക്കെ പരസ്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഗംഭീരമായ ഒരു പരസ്യങ്ങൾക്കും കാര്യങ്ങൾക്കും എക്സ്പെക്ടേഷനൊക്കെ ഒടുവിൽ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ ഒരു ഫോൺ M20 നമുക്ക് 1990 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ കിട്ടിയിരുന്നു. അവരുടെ ഓൾ ന്യൂ എക്സിനോസ് 7904 എന്ന പ്രോസർ ഉണ്ടായിരുന്നു, 5000 mAh ബാറ്ററി, അതുപോലെ ടൈപ്പ് സി പോർട്ട്, ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു TFT ഡിസ്പ്ലേ. TFT ആണെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല, PLS എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി, ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റൊക്കെ ഉള്ള നല്ല ഡിസ്പ്ലേ അതിനകത്തുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ഫോണായിരുന്നു ആ പ്രൈസ് റേഞ്ചിൽ. എന്നാൽ അവിടെ പോരായ്മകളുണ്ടായിരുന്നു. നമുക്ക് സാംസങ്ങിൻ്റെ ഒരു സൂപ്പർ അമോലെഡ് എന്ന് പറയുന്ന ഒരു നല്ല അനുഭവം അവിടെ കിട്ടിയില്ല. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിരുന്നു. M30ലേക്ക് വരുമ്പോൾ ഈ പോരായ്മയെല്ലാം തീർത്തിട്ടുണ്ട്. M30ലേക്ക് വരുമ്പോൾ 6.45 സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നല്ല ഡിസ്പ്ലേ, ബെസ്റ്റ് ഡിസ്പ്ലേ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 90% ഉണ്ട്, 19.5:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഒരു പുതിയ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രൈസിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഫോണിൻ്റെയും ഗംഭീരമായ ഡിസൈൻ ഇത് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്, ഒപ്പം ബെസ്റ്റ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇനി ഒന്നും പറയാനില്ല, ഗംഭീര സെറ്റപ്പാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ളത്. റിയർ സൈഡിലും മോശമൊന്നുമല്ല, ഗ്രേഡിയൻ 2 ടോൺ കളറാണ്. അപ്പോൾ ഗ്രേഡിയൻ കളറുള്ള ഡിസൈൻ ഇപ്പോൾ പല ഫോണുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. ഇതിലും ഈ 2 ടോൺ കളറിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് അടിപൊളി സെറ്റപ്പിലാണ് ഈ ഫോൺ. ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയുണ്ട്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. 13 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഈ ഡെപ്ത് സെൻസറൊക്കെ ഉള്ളതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് റിയർ സൈഡ് ബ്ലർ ആക്കുന്ന കാര്യത്തിലും എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നുള്ളതാണ്. M20 ഒരു പോരായ്മയായിട്ട് നമ്മളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാമറ റിവ്യൂ. ഇവിടേക്ക് വരുമ്പോൾ ഡെപ്ത് സെൻസറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ക്യാമറയുള്ള ഫോണാണ് ഈ 15000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു റിയർ ക്യാമറ, ഫ്രണ്ടിലാണെങ്കിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും. ഇനി അടുത്തൊരു ഘടകം ബാറ്ററിയാണ്. ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5000 mAh തന്നെ. M20 സെയിം സെറ്റപ്പാണ്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചാർജർ 15 വാട്ട് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി പാക്കും ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് പവറാണ്. 3 ഇരട്ടി പവറുമായിട്ടാണ് ഈ ഫോൺ വരുന്നതെന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇരട്ടി പവറിന് വേണ്ടി സാംസങ് ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് 7904 എന്ന് പറയുന്ന ഓൾ ന്യൂ എക്സിനോസ് പ്രോസറാണ്. ഈ പ്രോസറോ? അതെ, ഗാലക്സി M20 ഉണ്ടായിരുന്ന അതേ പ്രോസർ തന്നെയാണത്. ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ടാണ് 3 ഇരട്ടി പവർ ഈ ഫോണിന് കിട്ടുമെന്ന് പറയുന്നത്. M20യുടെ പവർ എന്താണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ഗെയിമിംഗ് റിവ്യൂസൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പോൾ അതേ പ്രോസർ വെച്ചുകൊണ്ട് 3 ഇരട്ടി പവർ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ എനിക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ട്, കാരണം അത്രയും വലിയൊരു പവർ ഇതിനകത്ത് കിട്ടാൻ വഴിയില്ല. എങ്കിലും ഈ ഫോൺ ഈ പ്രൈസിൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് ഉയർന്നു വരും. കാരണം സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ, നല്ല നോച്ച്, ഒരു ചെറിയ നോച്ച് മാത്രം, അതിന് അങ്ങനെ പറയില്ല അവർ ഇൻഫിനിറ്റി U എന്ന് പറയുന്നെങ്കിൽ പോലും ഏറ്റവും നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള നല്ല ഡിസ്പ്ലേയും ഗ്രേഡിയൻ കളറൊക്കെയും നല്ല ഡിസൈൻ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാപിക്സൽ സെൽഫി, 5000 mAh ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, ഫാസ്റ്റ് ചാർജർ അതിനൊപ്പം വരുന്നുണ്ട്. തുടങ്ങി ഇത്രയും കാര്യങ്ങൾ കൊണ്ട് സാംസങ്ങിൻ്റെ ഒരു ഫുൾ പാക്ക്ഡ് ഫോണാണത്. ഇതിനകത്ത് ഈ പ്രോസസ്സറിൻ്റെ പവർ മാത്രമേ കുറവുള്ളൂ. പ്രോസസ്സറിന് ഇതിൽ കൂടുതൽ പവർ വേണ്ടി വരുന്നത് നോർമലി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്, PUBG പോലുള്ള ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പവർ വേണ്ടി വരിക. ഗെയിം കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുള്ളൂ. അതല്ലാത്ത പക്ഷം ഡേ ടു ഡേ യൂസേജിൽ സാംസങ്ങിൻ്റെതായ എല്ലാം തികഞ്ഞ ഒരു ഗംഭീര ഫോണായിട്ട് തന്നെയാണ് ഈ M30യെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ഫോൺ ഈ ഒരു രീതിയിൽ വരുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു ബെസ്റ്റ് ഫോണായിരിക്കും? എനിക്കറിയാം ഈ ഫോണിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സാംസങ്ങും അവരുടെ ലോഞ്ച് ഇവൻറ്റിലോ സൈറ്റിലോ പോലും പറയുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യാനുള്ള ധൈര്യവും എനിക്ക് പോരാ, കാരണം ഈ ഒരു പ്രോസസ്സറിൻ്റെ പവർ കുറവ് തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കും. പ്രത്യേകിച്ചും ഈ മിഡ് റേഞ്ചിൽ ഇതിനെ ബാധിക്കും. കാരണം ഇവിടെ ആരും ബ്രാൻഡ് നോക്കുന്നില്ല. പൊതുവെ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് കൂടിയ ഫോണുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ബ്രാൻഡുകൾ കൂടുതലായിട്ട് കയറിപ്പോകുന്നത്. അത് പറയുമ്പോൾ അതിൻ്റെ കാര്യം പറയട്ടെ, പലരും ചൈന ബ്രാൻഡ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ട്. അങ്ങനെയൊന്നും എഴുതിത്തള്ളാൻ പറ്റില്ല. ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നാൽ ഇത് ഏത് ബ്രാൻഡായാലും നല്ല ബ്രാൻഡെന്ന് തന്നെ പറയണം, ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഷവോമി ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായിട്ട് മാറുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് തന്നെ അറിവായിട്ടില്ല. എന്തായാലും ലോഞ്ച് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാൻ കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ 1 by 1 ആയിട്ട് ഞാൻ അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു
ഫുൾ ക്വാളിറ്റിയും കാര്യങ്ങളും മറ്റുള്ള ക്യാമറയുടെ ഭാഗങ്ങളിലും മറ്റു കാര്യങ്ങളും എല്ലാതും വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും M30 വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ്. ബേസിക്കലി ഈ ഒരു സെറ്റപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയുക. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വേറൊരു ദിവസം വേറെ വീഡിയോ കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കണം. M30 നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയായ പ്രൊഡക്റ്റായിട്ട് തോന്നിയോ ഇല്ലയോ? അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.